ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ഇത് പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ എടുക്കുക. പച്ചമുളക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കും. മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ എരിവ് സ്പൈസി വല്ലാതെ സ്പൈസി ആവാതെ നോക്കണം. അപ്പോൾ പച്ചമുളക് ആഡ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് മൈൻഡിൽ വെക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അധികം പൊടികളൊന്നുമില്ല, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊന്നുകൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത്ര മാത്രമേ വേണ്ടുള്ളൂ, വേറെ ഒരു ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. ഇത് മാത്രമാണ് നമ്മൾ ചിക്കനിലേക്ക് ഉപയോഗിക്കുന്ന മസാല, വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്, ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് ഇത് ചിക്കനിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മുടെ സമയത്തിനനുസരിച്ച്, ഇനിയിപ്പോൾ അധികം സമയം വെക്കാൻ അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ ഇവിടെ കുറച്ച് നേരം വെച്ചുള്ളൂ, ഒരു 5 മിനിറ്റ് വെച്ചിട്ട് കറിവേപ്പില കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കറിവേപ്പില സുലഭമാണ് ഗൈസ്, അതായത് ഒരുപാട് കിട്ടാനില്ല, കറിവേപ്പില മരമുണ്ട്. അതുകൊണ്ട് കറിവേപ്പിലയ്ക്ക് ഞങ്ങൾ പിശുക്കാറില്ല. ഞങ്ങൾ ലാവിഷായിട്ട് കറിവേപ്പില എല്ലാ കറികളിലും ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് അധികം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് ഹെൽത്തിയും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആക്ച്വലി അത് കരിഞ്ഞതല്ല കേട്ടോ, ഈ കളർ കാണുമ്പോൾ നിങ്ങൾ കരുതും കരിഞ്ഞതാണെന്ന്. അത് കരിഞ്ഞതല്ല ഗൈസ്, അത് ഈ മസാല ഒന്ന് എന്താ പറയുക, മസാല ഒന്ന് അതിനകത്തേക്ക് പിടിച്ചതുകൊണ്ടാണ് ആ കളർ വന്നത്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.